ഓരോ മാസത്തിലും കുഞ്ഞിന് വേണ്ട തൂക്കം കൂടാനുള്ള ടിപ്സ്, അമ്മമാർ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ കുഞ്ഞിൻ്റെ ഭാരത്തെ സ്വാധീനിക്കുന്നു, കുഞ്ഞിന് ശരിയായ അളവിൽ മുലപ്പാൽ വർദ്ധിക്കാൻ അമ്മമാർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്നിവയെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ ഡോക്ടർ ക്ഷേമ. ടൈനി ടമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓരോ മാസത്തിലും കുഞ്ഞിന് വേണ്ട വെയിറ്റ് ഗെയിൻ എങ്ങനെയെന്ന് നോക്കാം. ജനിക്കുമ്പോൾ 3 കിലോ ഉള്ള കുഞ്ഞ് ആദ്യത്തെ 10 ദിവസം 100 മുതൽ 200 ഗ്രാം വരെ വെയിറ്റ് കുറയും. ഇത് നോർമലാണ്. എന്നാൽ പിന്നീട് കുഞ്ഞ് ജനിച്ച ഭാരത്തിലേക്ക് തിരികെ വരികയും 6 മാസം വരെ ഏകദേശം 20 മുതൽ 30 ഗ്രാം വരെ ദിവസവും കൂടുകയും ചെയ്യുന്നു. അതായത് 400 മുതൽ 900 ഗ്രാം വരെ ഓരോ മാസവും കുഞ്ഞ് കൂടുന്നു. അപ്പോൾ 6 മാസം ആകുമ്പോഴേക്കും കുഞ്ഞിന് ജനിച്ചതിൻ്റെ ഇരട്ടി തൂക്കമാണ് ആവേണ്ടത്. ഇതാണ് നോർമൽ ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. ഇനി കുഞ്ഞിൻ്റെ തൂക്കം കൂടാനായി ആദ്യ 6 മാസം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യ 6 മാസം കുഞ്ഞ് പൂർണ്ണമായും ബ്രസ്റ്റ് ഫീഡിംഗ് അല്ലെങ്കിൽ ഫോർമുല ഫീഡിങ്ങിൽ തന്നെയാണ്. അതിനാൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാൻ അമ്മമാർ എങ്ങനെ പാല് കൊടുക്കണം എന്ന് പറയാം. കുഞ്ഞിന് ഓരോ ബ്രസ്റ്റിൽ നിന്നും തന്നെ ഒരു സമയം പാല് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരേ സമയത്ത് ഒരു ബ്രസ്റ്റിൽ നിന്നും 10 മുതൽ 20 മിനിറ്റ് വരെ മുലയൂട്ടുക. ഇതുകൊണ്ട് കുഞ്ഞിന് ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള ഹൈൻ മിൽക്ക് കിട്ടുകയും വെയിറ്റ് ഗെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്താണ് ഹൈൻ മിൽക്ക് എന്ന് നോക്കാം. അമ്മ കുഞ്ഞിന് പാല് കൊടുത്തു തുടങ്ങുമ്പോൾ ഫോർ മിൽക്കാണ് വരുന്നത്. ഇതിൽ കൊഴുപ്പ് കുറവായിരിക്കും. ഇത് കുഞ്ഞിന് വിശപ്പ് മാറ്റാൻ മാത്രമായിട്ടുള്ള മിൽക്കാണ്. വെയിറ്റ് കൂടാൻ സഹായിക്കുന്നത് പിന്നീട് വരുന്ന ഹൈൻ മിൽക്കാണ്. എന്നാൽ എത്ര സമയം മുലയൂട്ടിയാലാണ് ഹൈൻ മിൽക്ക് വരുന്നത് എന്ന് പറയാനാവില്ല. അതിനാലാണ് ഒരു സമയം ഒരു ബ്രസ്റ്റിൽ തന്നെ കൊടുക്കാൻ പറയുന്നത്. മാറി മാറി കൊടുക്കുമ്പോൾ 2 ബ്രസ്റ്റിൽ നിന്നും ചിലപ്പോൾ കുഞ്ഞിന് ഫോർ മിൽക്ക് മാത്രമാവും കിട്ടുന്നുണ്ടാവുക. ഇത് കാരണം കുഞ്ഞിന് വെയിറ്റ് കൂടാനുള്ള ചാൻസ് കുറയുന്നു. ഇനി അമ്മയുടെ ഭക്ഷണം എങ്ങനെ കുഞ്ഞിൻ്റെ വെയിറ്റിനെ ബാധിക്കുന്നു എന്നറിയാം. അമ്മയുടെ രക്തത്തിൽ നിന്നുമാണ് കുഞ്ഞിനുള്ള പാല് ഉണ്ടാവുന്നത്. അതിനാൽ തന്നെ അമ്മ മതിയായ അളവിൽ ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. മുലയൂട്ടുന്ന അമ്മമാർ സാധാരണയിൽ നിന്നും 300 മുതൽ 400 വരെ കാലറി കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടത് ആവശ്യമാണ്. അയണും കാൽഷ്യവും കണ്ടന്റും അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായും കഴിക്കുക. അയൺ കാൽഷ്യം സപ്ലിമെന്റ്സും എടുക്കുക. പ്രോട്ടീനും ഫാറ്റും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അമ്മയുടെ ആരോഗ്യത്തിനും ആവശ്യമാണ്. അതിനാൽ തന്നെ ഇവയെല്ലാം അടങ്ങിയ സമീകൃതമായ ആഹാരം കഴിക്കാനായി അമ്മമാർ ശ്രദ്ധിക്കുക. പാല്, മുട്ട, ഫിഷ്, ചിക്കൻ, പയർവർഗ്ഗങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ ഇവയെല്ലാം അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെയധികം ഗുണകരമാണ്. ഇനി മുലപ്പാൽ വർദ്ധിക്കാൻ അമ്മമാർ എന്തൊക്കെ കഴിക്കണമെന്ന് നോക്കാം. ബ്രസ്റ്റ് മിൽക്കിൽ 80% വെള്ളമാണ്. അതിനാൽ അമ്മമാർക്ക് നല്ലതുപോലെ ഹൈഡ്രേഷൻ ആവശ്യമാണ്. ദിവസവും 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളത്തിൽ ജീരകം, ഉലുവ എന്നിവ കൂടി ഇടുകയാണെങ്കിൽ പാൽ ഉൽപാദനവും വർദ്ധിക്കും. ഉലുവ കഞ്ഞിയായും കുടിക്കുന്നത് നല്ലതാണ്. ഓട്സ്, ബാർലി, ബ്രൗൺ റൈസ് അല്ലെങ്കിൽ മട്ടയരി ഇവയൊക്കെ നല്ല കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് ആണ്. അതിനാൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പാൽ ഉണ്ടാവാനും സഹായിക്കും. മുരിങ്ങ നല്ല അയൺ സോഴ്സ് ആണ്. ഇതും പാൽ ഉൽപാദനത്തിന് നല്ലതാണ്. വാൾനട്ട്, കാഷ്യൂ ഇവയിൽ സിങ്ക്, ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നിവയുണ്ട്. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും നല്ലതാണ്. കാൽഷ്യത്തിനായി പാല്, സോയ, പനീർ, ബട്ടർ ഇവയൊക്കെ ഉപയോഗിക്കാം. അയണിനായി ഡ്രൈ ഫ്രൂട്ട്സ്, അത്തിപ്പഴം, ഡേറ്റ്സ് ഇവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ചത് മികച്ച പ്രോട്ടീൻ സോഴ്സാണ്. മുട്ട, കടൽ മത്സ്യങ്ങൾ ഇവയൊക്കെ പാൽ വർദ്ധിക്കാൻ സഹായിക്കും. മെർക്കുറി കണ്ടന്റ് കൂടിയ മത്സ്യങ്ങൾ, പ്രോസസ്ഡ് ഫുഡ്സ്, മധുരം അടങ്ങിയ ഭക്ഷണം ഇവയൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ബ്രസ്റ്റ് മിൽക്ക് കൂടാനായി എല്ലാ 2 മുതൽ 3 മണിക്കൂറും ഇടവിട്ട് മുലയൂട്ടുക. കാരണം ബ്രസ്റ്റ് ഫീഡിംഗ് ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രോസസ്സാണ്. അതായത് കുഞ്ഞ് പാല് കുടിക്കുന്നതിനനുസരിച്ച് പാൽ ഉൽപാദനം കൂടുന്നു. ഇതിനു പുറമെ അമ്മയ്ക്ക് മതിയായ ഉറക്കം അത്യാവശ്യമാണ്. നല്ല മാനസികാരോഗ്യം മുലപ്പാൽ ഉൽപാദനത്തെയും ഹോർമോണുകളെയും പ്രവർത്തിക്കാൻ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഇവയെല്ലാം ചെയ്തിട്ടും കുഞ്ഞിന് വെയിറ്റ് കൂടുന്നില്ലെങ്കിൽ ഒരു പീഡിയാട്രീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം മറ്റുള്ള സപ്പോർട്ടുകൾ തേടുക. കഴിയുമെങ്കിൽ ഫോർമുല ഫീഡിംഗ് ചെയ്യാവുന്നതാണ്. ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയും ബേബി കെയറിനെ പറ്റിയും കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്